പഠിക്കാൻ പ്രായമില്ല എന്ന് പറയുന്നത് പോലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും പ്രായം ഏതുമില്ല. ഇത് രണ്ടും ചേരുമ്പോൾ ശിവൻ ചേട്ടനാകും. 2022 ശിവൻ ചേട്ടൻ SBയിൽ നിന്ന് വിരമിക്കുന്നത്. നേരെ പോയത് അഞ്ജന ടീച്ചറുടെ അടുത്തേക്ക്. ആദ്യം ഗുരുദക്ഷിണ വെച്ചു. പിന്നാലെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ആദ്യ ചുവട് അഞ്ജന ടീച്ചർ ശിവൻ ചേട്ടന് പറഞ്ഞു കൊടുത്തു. ചേട്ടാ, ഈ സാധാരണ സർവീസിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം പലതും പഠിക്കാൻ പോകാറുണ്ട്. ഇപ്പോൾ പലരും LLBക്ക് പോകാറുണ്ട്, അങ്ങനെ മറ്റു പലതും പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ നൃത്തം അഭ്യസിക്കുക എന്നുള്ളത് ഞാൻ അധികം കേട്ടിട്ടില്ല. എന്താ ഇങ്ങനൊരു ആഗ്രഹത്തിന് പിന്നിൽ? പണ്ട് പോലും ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. കുട്ടിക്കാലത്തൊന്നും ഡാൻസ് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ലേ? നമുക്ക് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അതിനുള്ള സാഹചര്യം വളരെ മോശമായിരുന്നു. ശാസ്ത്രീയ നൃത്തം കാണാറുണ്ടായിരുന്നോ? പിള്ളേരുടെ പരിപാടിയൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. എനിക്ക് കൂടുതലും ഭരതനാട്യം കളിച്ചാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട്. പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 2022 വന്ന് ചേർന്നത്. സ്റ്റേജിൽ എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ? സ്റ്റേജിൽ ടീച്ചറിൻ്റെ കൂടെ 3 പ്രോഗ്രാം ചെയ്തു. ടീച്ചർ സാധാരണ കുട്ടികളൊക്കെയാണ് അല്ലേ പഠിക്കാൻ വരുന്നത്. ഇത്രയും പ്രായമുള്ള ഒരു ശിഷ്യനെ കിട്ടിയത് അതൊരു ഭാഗ്യമല്ലേ? അതെ, ഭാഗ്യം തന്നെയാണ്. അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നത്. മെയിനായിട്ട് ഞാൻ തപസ്യ സ്കൂൾ ഓഫ് ഡാൻസ് തുടങ്ങിയപ്പോൾ തന്നെ നോ ഏജ് ലിമിറ്റ് എന്നുള്ളൊരു മോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ആഗ്രഹമാണ് ഇമ്പോർട്ടൻറ്റ്. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഏജ് ആണെങ്കിലും ഞാൻ പഠിപ്പിക്കും. പുള്ളിയുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും എനിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് കുറച്ച് സർജറി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് മെമ്മറിയുടെ പ്രശ്നം, ഏജിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അപ്പോഴും പുള്ളി സ്റ്റിൽ എനിക്ക് പഠിക്കണം, എനിക്ക് കളിക്കണം, സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ള അതേ ആഗ്രഹത്തിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് എനിക്കും ആഗ്രഹം. മറ്റുള്ളവരുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. കാരണം അവർക്കത് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിച്ചാൽ മതി. പഠനം തുടങ്ങിയതിന് ശേഷം ആൾക്കാർക്ക് ചോദിച്ചു നിനക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചു സുഹൃത്തുക്കളൊക്കെ. പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ ചെറിയ കമൻറ്റുകൾ പറയാറുണ്ട്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു ആ സാറിൽ അതൊന്നും പ്രശ്നമാക്കണ്ട, ശിവൻ പോയി നന്നായിട്ട് പഠിച്ച് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് പുള്ളിക്കാരത്തി കൂടുതൽ ഇൻട്രസ്റ്റ്, അതിനോട് എന്നെ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോനോട് പറഞ്ഞ് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ടീച്ചറിനെ വിളിച്ച് പറയും ഇങ്ങനെ ശിവൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട്. എന്താ ഒരു ലക്ഷ്യം, എന്താ ഇതൊരു ആഗ്രഹം? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് വെറുതെ ഒന്ന് തുള്ളിച്ചാടാന്നുള്ള ലക്ഷ്യം, എല്ലാവരുടെ ഇടയിലൊന്ന് ഷൈൻ ചെയ്യാന്നുള്ള ലക്ഷ്യം. ഈ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാവും. കാര്യം അതിൻ്റെ പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ മനസ്സിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്താൽ മതി ഇല്ലേ? അത് മാത്രമാണ് ചേട്ടൻ ആഗ്രഹം. ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരുടെ ഇടയിലൊന്ന് തുള്ളിച്ചാടണം. ആ തുള്ളിച്ചാട്ടത്തിന് കൂട്ടുമായിട്ട് അഞ്ജന ടീച്ചറും ഉണ്ട്. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും ഏത് പ്രായമാണെങ്കിലും ഏത് സമയത്ത് നമുക്കൊരു വിദ്യാർത്ഥിയാകാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാം പഠിക്കാൻ പറ്റും. ശിവൻ ചേട്ടനിലെ വിദ്യാർത്ഥി ഒരിക്കലും മരിക്കാതിരിക്കട്ടെ. ഇതേ ഊർജ്ജസ്വതയോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ശരത് തമ്പാട്ടിയോടൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.